ബാക്കിയുള്ള അത് സെനിറ്റ് കോഡിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് ഭയങ്കര ടഫാന്നാണ് പറയുന്നത്. എനിക്ക് ആ പേര് പോലും പറയാൻ പറ്റുന്നില്ല. ഇന്റർവ്യൂവിന് 3 ദിവസമല്ലേ? ഇന്ന് നിന്റെ ഇന്റർവ്യൂ അല്ലേ മോനെ? അതെ അച്ഛാ. നന്നായി ചെയ്യും മോനെ. ഹലോ സാറേ, നിങ്ങൾക്ക് ഈ വീട് വേണോ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സമയം തമാശ പറയാൻ. മറ്റവരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക സാറേ. ഇന്ന് വരാതും കൂടെ പറഞ്ഞു. ഫുൾ എമൗണ്ടും റെഡിയാന്നാ അവർ പറഞ്ഞു. അച്ഛാ ഇറങ്ങാണേ. ഇന്ന് പറയാം പക്ഷേ വേണോ വേണ്ടയോ എന്ന്. ഹായ് പ്രഭു. ഹലോ സർ. പുറത്ത് ഭയങ്കര മഴയാണല്ലേ? ന്യൂസിൽ പറയുന്നത് കേട്ടു എന്തോ സൈക്ലോൺ ആണെന്നൊക്കെ. യെസ് സർ. 8 റൗണ്ട്സ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ടയേർഡാണോ? ഇല്ല സർ. ബട്ട് യുവർ ഐസ് ആർ റിയലി ടയേർഡ്. 2 ദിവസം ഉറങ്ങാത്ത പോലെ തോന്നുന്നത്. പ്രിപ്പയർ ചെയ്യായിരുന്നു സർ. നിങ്ങളുടെ മാർക്സും ആൻസേഴ്സൊക്കെ കണ്ടു. ഗുഡ്. താങ്ക് യു സർ. ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദ പ്രോസസ് ഓഫ് ഫ്രീക്വൻസി റീയൂസ്? ഷുവർ സർ. Frequency reuse is the process of reusing the same frequencies across the entire circuit and we use it. പ്രഭു, താൻ ബുക്കിലുള്ള അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലെറ്റ്സ് അസ്യൂം ഞാനൊരു കോമൺ മാനാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കട്ടെ. Sir, frequency reuse we use in all the communication systems, sir. Banking, internet, communication, cell phone. ഇതിലെല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട് സർ. എന്തിനാ യൂസ് ചെയ്യുന്നത്? പിന്നെ എന്തിനാ ഇതിനു വേണ്ടി ഇത്രയും പേ ചെയ്യേണ്ട കാര്യം? സാർ അതെന്താന്ന് വെച്ചാൽ ഫ്രീക്വൻസി റിയൂസ്. ഫ്രീക്വൻസി വിട് വിട്ടേക്ക് പ്രഭു. അധികം സ്ട്രെസ് എടുക്കണ്ട. ഇല്ല സർ, അത് എനിക്ക് I'll get back to you. എന്തുപറ്റി? സർ ഞാനൊരു കാര്യം സാറിനോട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. എന്നെ റിജക്റ്റ് ചെയ്യുവാണ് സർ. That's one way to put it. സർ ഞാൻ ഈ റൗണ്ട് വരെ എത്തിയില്ലേ, എന്നിട്ട് എന്തിനാ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്? തനിക്ക് എന്തുകൊണ്ടാണെന്നോ തോന്നുന്നത്? ഫ്രീക്വൻസി റിയൂസ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ല. താൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പറയാം. തൻ്റെ ആൻസർ ഷീറ്റൊക്കെ ഞാൻ കണ്ടു. കാണാതെ പഠിച്ച അതേപോലെ തന്നെ എഴുതിയേക്കാം. മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള സ്കിൽസും ഇല്ല. പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ ഡിഗ്രി ഉണ്ട്, ബട്ട് യു ആർ നോട്ട് ആൻ എഞ്ചിനീയർ. തൻ്റെ കോളേജിൽ നിന്ന് ഒരേ ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. യാ, ദാറ്റ് ഗൈ. ശരിക്കും ഡിസർവ് ആയ ഒരാളെ തന്നെയാണ് സാറ് സെലക്ട് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് പ്രഭു. തനിക്ക് വേറെ നല്ല ജോലി കിട്ടും.
കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അച്ഛാ, സോറി അച്ഛാ. ആ വീട്ടിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ കാരണം ഇനി വയ്യാന്ന് വിചാരിച്ച് ഇനി ഏത് വീട്ടിലേക്ക് പോവുകയാണെങ്കിലും നല്ല വെളിച്ചം കിട്ടുന്ന മഴവെള്ളം കയറാത്ത വീട് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊക്കെ കിട്ടണമെങ്കിൽ സിറ്റിയിൽ നിന്ന് പുറത്ത് വന്നാലേ നടക്കുള്ളൂ. വാസു സാറിൻ്റെ ഓഫീസിലേക്കും ആരതിയുടെ കോളേജിലേക്കും ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണം. ഒരു ദിവസത്തിന് 3 മണിക്കൂർ ട്രെയിനിൽ തന്നെ തീരും. ശാന്തി, എന്താ? നീ ഇനി ജോലിയൊന്നും ചെയ്യണ്ട. അതെന്താ? എന്തു പറ്റി? മതിയടോ, മതി. പ്രഭു, അച്ഛൻ നിന്നോട് ഈ എക്സാം ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്താ വാസു, ഇപ്പോഴാണോ വരുന്നേ? അല്ല, കുറച്ച് ലേറ്റ് ആയി പോയി. ഹായ് ചേച്ചി. ഹായ്ഡാ. അത്രയും ദൂരത്ത് നിങ്ങൾ വരണ്ടേ? പെണ്ണും ചെറുക്കനും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. പിന്നെ പ്രഭു, ജോലിയുടെ കാര്യം എന്തായി? അത് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നീ ബികോം അല്ലേ ചെയ്യുന്നത്? അതെ അങ്കിൾ. നന്നായിട്ട് പഠിക്കുക. നീയെങ്കിലും നന്നായിട്ട് പഠിച്ച് ജോലിക്ക് പോയി അച്ഛനെ സഹായിക്കാൻ നോക്ക്. ലൈഫ് അത്ര ഈസി അല്ലല്ലേ? ലേറ്റായി, ഭക്ഷണം കഴിക്കും. അറുതി, എന്താടാ ഇത്? റിസൾട്ട് വന്നു. പ്രഭു വിട്ടുകള. ഇനിയൊരു ബാങ്ക് എക്സാം ഇല്ലേ, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, പറ്റില്ല അച്ഛാ, എന്നെ കൊടുത്ത് പറ്റില്ല. IT ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. അച്ഛൻ പറഞ്ഞിട്ട് ബാങ്ക് എക്സാമും PSC എക്സാമും ഒക്കെ ഞാൻ എഴുതിയില്ലേ. എനിക്കിനി പറ്റില്ല. ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്റെ നല്ലതിനല്ലേ അച്ഛൻ പറഞ്ഞേ? പറയാൻ എളുപ്പമോ? ഒരു പണിക്കും പോവാതെ അച്ഛന്റെ ചെലവിൽ ജീവിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഡാ, അച്ഛൻ അങ്ങനെയാണോ പറഞ്ഞേ? ചെറിയ ചെറിയ ജോലിക്ക് പോവല്ലേ, നിന്റെ ഫ്യൂച്ചറാ വലുത്. നല്ല ജോലി കിട്ടാൻ ട്രൈ ചെയ്യാനല്ലേ പറഞ്ഞേ? ഇനി ഒന്നും വേണ്ട. ചെറിയ ജോലിയാണെങ്കിലും കിട്ടുന്ന ജോലിക്ക് പൊക്കോളാം. പ്രഭു, അച്ഛന് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഏതെങ്കിലും ജോലിക്ക് പോവാതെടാ, ജീവിതം അങ്ങനെ നശിച്ചു പോകും. ഇല്ല അച്ഛാ. പ്രഭു, എന്നെ പോലെ ആവല്ലേ നീ. എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും തോൽക്കാൻ. എനിക്ക് മതിയായ അച്ഛാ. അപ്പൊ എന്നെ കുറിച്ച് ആലോചിച്ച് നോക്കടാ. പറയടാ. അളിയ, നിനക്ക് സുഖമല്ലേടാ? സുഖാണെടാ. എടാ, നാളെ കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. നീ അറ്റൻഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അറ്റൻഡ് ചെയ്യാടാ. അളിയ, ഇത് കൊള്ളാലോടാ. എടാ വാ പോവാ. പ്രഭു, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ മാത്രമല്ല ഒരുപാട് കമ്പനിയിൽ റിജക്റ്റ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പോഴാ മാം എനിക്ക് മനസ്സിലായത്.
ചെറുപ്പം തൊട്ടേ തോൽവി എനിക്കൊരു വലിയ പേടിയായിരുന്നു. സ്കൂളിലും കോളേജിലും പിന്നെ ഇൻ്റർവ്യൂസിൽ എല്ലാത്തിലും ഫെയിലാവുമെന്ന് പേടിച്ച് ഒരുപാട് പൊട്ടത്തരങ്ങൾ കാണിച്ചു. ഇവിടുന്ന് 2 days മുൻപാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇന്നലെ കൂടെ ഒരു ഗവൺമെൻറ് എക്സാമിൽ ഞാൻ ഫെയിലായി. എന്നിട്ടും എൻ്റെ അച്ഛനൊന്നും പറയാതെ അടുത്തതിന് വേണ്ടി ട്രൈ ചെയ്യുന്നു മാത്രമാണ് പറഞ്ഞത്. ആ മനുഷ്യനിൽ നിന്നുമാണ് ഞാൻ പഠിച്ചത്. ഒരു ഫെയിലിയറും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടില്ല. അടുത്തതിന് വേണ്ടി അദ്ദേഹം ഓടിക്കൊണ്ടേയിരിക്കും. ഇനി ഞാനൊരു ഫെയിലിയർ ഓർത്ത് ഭയപ്പെടില്ല മാം. ഈ ഇന്റർവ്യൂവിൽ ഫെയിലായ വീണ്ടും ഞാൻ അറ്റൻഡ് ചെയ്യും മാം. ഇനി എത്ര ഫെയിലിയേഴ്സും റിജക്ഷൻസും ഉണ്ടായാലും ശരി, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, ജയിക്കുന്നത് വരേക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മാം. എന്താടാ? താങ്ക്സ് അലിയ. സൂപ്പർടാ. നീ നന്നായി വരും. ഓൾ ദ